വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിലെ മലനിരകളിൽ കാഴ്ചയുടെ നീലക്കുറിഞ്ഞി വസന്തം. ശാന്തൻപാറയിലെ കിഴക്കാതി മലനിരകളിലാണ് നീലക്കുറിഞ്ഞി പൂത്തത്. തുടർച്ചയായി 3-ാം വർഷമാണ് പശ്ചിമഘട്ട മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂവിടുന്നത്. നീലപ്പട്ടണിഞ്ഞ് മൺസൂൺ കാലത്തെ വരവേൽക്കുകയാണ് കിഴക്കാതിമലയിലെ പുൽമേടുകൾ. ശാന്തൻപാറയിലെ വാക്കോടൻ സിറ്റിയിൽ നിന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കിഴക്കാതിമലയുടെ താഴ്വാരത്തെത്താം. ഇവിടെ നിന്നും ചെങ്കുത്തായ മല കയറിയാൽ നീലവസന്തത്തിന്റെ മായാജാലം. ഒപ്പം ശാന്തൻപാറയുടെ മഞ്ഞുമൂടിയ മലനിരകളുടെയും കാഴ്ചകൾ കാണാം. കഴിഞ്ഞ വർഷം തോണ്ടിമലയിലും നീലക്കുറിഞ്ഞികൾ പൂത്തിരുന്നു. 2018-ൽ മൂന്നാർ രാജമലയിലെ നീലക്കുറിഞ്ഞി വസന്തത്തെ പ്രളയം കവർന്നിരുന്നു. തോണ്ടിമലയിലെ ഏക്കർ കണക്കിന് പുൽമേടുകളിലും നീലക്കുറിഞ്ഞി പൂത്തു. മൂന്നാറിന്റെ ഈസ്റ്റ് സൈഡിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ 10 ഏക്കർ കിഴക്കാതിമല മലകളുടെ ഇടയിലുള്ള കുന്നിൻചെരുവിലാണ് ഇത്തവണ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത്. 2008-ലും 2009-ലും 2020-ലും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നീലക്കുറിഞ്ഞി പൂത്തിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ തവണ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത് കോവിഡ് കാലഘട്ടത്തിലായതിനാൽ സഞ്ചാരികൾക്ക് കർശനമായ വിലക്കുണ്ട്. എങ്കിലും നീലക്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിന്റെ ജൈവവൈവിധ്യത്തിന്റെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് അധികാരികൾ ഇതിന്റെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് കരുതുന്നു. 3 ഏക്കറോളം പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന മനോഹര ദൃശ്യം സഞ്ചാരികൾക്ക് അന്യമാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ശാന്തൻപാറ പഞ്ചായത്ത് കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയുടെ വീണ്ടെടുപ്പിനായി മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുന്നു. ഒരുമിച്ചൊഴുകാം പുഴയ്ക്കായൊരു ദിനം എന്ന പേരിലാണ് പരിപാടി. എന്റെ സ്വന്തം ഇരവഴിഞ്ഞി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം. എന്റെ സ്വന്തം ഇരുവഴിഞ്ഞി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാളെ ഇരുവഴിഞ്ഞിപ്പുഴയിൽ മെഗാ ശുചീകരണം നടക്കും. ഒരുമിച്ചൊഴുകാം പുഴയ്ക്കായൊരു ദിനം എന്ന പേരിലാണ് ശുചീകരണം സംഘടിപ്പിക്കുക. മുക്കം നഗരസഭ, കാരശ്ശേരി, കൊടിയത്തൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും 40ഓളം സന്നദ്ധ സംഘടനകളും അണിനിരക്കും. കേരള മിഷനും മാലിന്യ സംസ്കരണ കമ്പനിയായ ഗ്രീൻ വോംസും ശുചീകരണത്തിൽ പങ്കാളികളാകും. തോട്ടത്തിൻകടവ് മുതൽ കൂളിമാട് വരെയുള്ള പ്രദേശമാണ് ശുചീകരിക്കുക. ഈ പ്രദേശത്തുള്ള സാംസ്കാരിക സംഘടനകൾ, പഞ്ചായത്തുകൾ, പഞ്ചായത്ത് മെമ്പർമാർ, ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള 60ഓളം സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. റീച്ചായി തിരിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തും പ്രത്യേകം സംഘങ്ങളെ നിയോഗിച്ചുകൊണ്ട് പുഴയിലുള്ള പ്ലാസ്റ്റിക് ശേഖരിക്കുകയും അതോടൊപ്പം പുഴയിലേക്ക് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്യാൻ പോകുന്നത്. അതേപോലെ പുഴയിലേക്ക് തൂങ്ങി നിൽക്കുന്ന കാട് വെട്ടിമാറ്റി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കും. കൂടാതെ നീർനായകളുടെ ആവാസ കേന്ദ്രങ്ങളും കണ്ടെത്തും. ഇരുവഴിഞ്ഞിയിൽ നീർനായ ശല്യം രൂക്ഷമാണ്. ഒരു വർഷത്തിനിടെ വിവിധ കുളിക്കടവിൽ നിന്നായി 200ഓളം പേരെയാണ് നീർനായ കടിച്ച് പരിക്കേൽപ്പിച്ചത്. നീർനായകളെ വാസസ്ഥലം മാളങ്ങൾ കണ്ടുപിടിച്ച് അവിടെയൊക്കെ വെട്ടി വെളിച്ചമാക്കി ഇത് ആളുകൾക്ക് സുഗമമായി ഭയം കൂടാതെ കുളിക്കടവുകളിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം കൂടി ഇതിന്റെ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ന്യൂസ് 18 മുക്കം. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ ഡാം സുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന. അണക്കെട്ടുകളുടെ സുരക്ഷ വിലയിരുത്തുന്നതിനായിരുന്നു സന്ദർശനം. കാലവർഷം കണക്കിലെടുത്താണ് പരിശോധന. ജലവിധാനം ഉയരുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ വിലയിരുത്തി. മഴക്കാലത്ത് ഇത്തരം സന്ദർശനങ്ങൾ പതിവാണ്. അണക്കെട്ടുകളിൽ വെള്ളം ഉയരുന്ന സാഹചര്യം മുന്നിൽ കണ്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. വൈദ്യുതി വകുപ്പ് സുരക്ഷാ കാര്യങ്ങളിൽ സജ്ജമാണെന്നും ചെയർമാൻ പറഞ്ഞു. ഡാം സൈറ്റിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടാത്ത വിധം പ്രത്യേക ലൈൻ സ്ഥാപിച്ച് സുരക്ഷാ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. വനം, വന്യജീവി വിഭാഗവും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് ഇത്തവണ ഡാമിൽ പരിശോധന നടത്തിയത്. ന്യൂസ് 18 ചെറുതോണി. വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുഷ്കരമായി ഇടുക്കി തേക്കിൻതണ്ട് പെരിയാർ വാലി റോഡ്. വർഷങ്ങളായി റോഡ് തകർന്നിട്ട്. ഇതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കഞ്ഞിക്കുഴി, വാത്തിക്കുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് കീരിത്തോട് പെരിയാർ വാലി റോഡ്. പാത തകർന്നിട്ട് കാലങ്ങളായി. ഇതോടെ വാഹനങ്ങൾക്ക് കടന്നു പോകാനാകില്ല. മഹാപ്രളയത്തിൽ തകർന്ന റോഡിന്റെ പല ഭാഗങ്ങളും ഇതുവരെ നന്നാക്കിയില്ല. കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടാണ്.
ഈ റോഡിൻ്റെ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ വേണ്ടി കഴിഞ്ഞ ഇടയ്ക്ക് ഇത് നോക്കുക, കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാർ വന്ന് വെട്ടിത്തെളിച്ചതാണിത്. ഇതിൽ ഒരു മനുഷ്യർക്ക് പോകാൻ പറ്റിയല്ലായിരുന്നു. ഈ കിടക്കുന്ന സാധനങ്ങൾ, ഈ കിടക്കുന്ന റോഡ്, ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് വരെ കൊണ്ടുപോയിടുന്നു, ഈ ഭാഗത്തെല്ലാം വേസ്റ്റ് വരെ കൊണ്ടുപോയിടുന്നു. അതിന് പോലും പല പ്രാവശ്യം അതിന് പോലും ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദോഷം. കീരിത്തോടിൽ നിന്ന് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുരിക്കാശ്ശേരിയിലെത്താം. റോഡ് തകർന്നതോടെ ചേലച്ചുവട് വഴി 25 കിലോമീറ്റർ യാത്ര ചെയ്താലേ മുരിക്കാശ്ശേരിയിൽ എത്താനാവൂ. യാത്രാക്ലേശം കണക്കിലെടുത്ത റോഡ് നന്നാക്കാൻ അടിയന്തര ഇടപെടലാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തുകളിലായി 100 കണക്കിന് പേർ ഏതാണ്ട് പെരുവഴിയിലായ അവസ്ഥയിലാണ്. പുനൂർ എസ്റ്റേറ്റ് മുറിച്ചു വിറ്റപ്പോൾ ഭൂമി വാങ്ങിയവരും തൊഴിലാളികൾക്കുള്ള അവകാശമായി ഭൂമി ലഭിച്ചവരും വെച്ച വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഇനിയും പഞ്ചായത്ത് നമ്പർ നൽകിയിട്ടില്ല. പ്രശ്നം പരിഹരിച്ചെന്ന അധികാരികളുടെ വാക്കുവിശ്വസിച്ചാണ് ഇവർ വീടുകൾ വച്ചത്. കോഴിക്കോടിന്റെ മലയോരത്തുള്ള പൂനൂർ എസ്റ്റേറ്റ് 1990-ലാണ് ഇടനിലക്കാർ വാങ്ങി മുറിച്ചുവിറ്റത്. താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഭൂമി നിരവധി പേർ വാങ്ങി. എസ്റ്റേറ്റിലെ തൊഴിലാളികളായിരുന്നവർക്ക് അവകാശമായും ഭൂമി കിട്ടി. ഇവിടെ ഇവർ വീടുകൾ വച്ചു. ചിലർ സംരംഭങ്ങൾ തുടങ്ങാനും കെട്ടിടങ്ങൾ പണിതു. പക്ഷേ ഈ കെട്ടിടങ്ങൾക്കൊന്നും നമ്പർ നൽകാൻ വർഷങ്ങളായിട്ടും പഞ്ചായത്ത് തയ്യാറായില്ല. പലർക്കും വ്യക്തമായ മറുപടി നൽകാൻ പോലും പഞ്ചായത്തിന് കഴിയുന്നില്ല. പെർമിഷൻ എടുത്തതും പെർമിഷൻ റിന്യൂവൽ ചെയ്തതും ഒക്കെ തന്നെ ചെയ്തിട്ട് ശേഷമാണ് നമ്പർ അനുവദിക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. ഇവിടെ കൃഷി ചെയ്യാനല്ല ഈ ഭൂമി ആരും 10 സെൻറ്റും 5 സെൻറ്റും 20 സെൻറ്റും വാങ്ങിയത്. വീട് വെക്കാനും അവരെ താമസയോഗ്യമാക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഇവിടെ ഭൂമി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും തരം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ കൃഷി അല്ല അത് നടത്തുന്നുള്ളതും ഇതിൻ്റെ മുമ്പേയും ബോധ്യപ്പെട്ടതാണ്. കാർഷിക ആവശ്യത്തിനല്ലെന്ന് ഉദ്യോഗസ്ഥർക്കും അറിയാം. പക്ഷേ നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്ന് ഇവർക്ക് രക്ഷയില്ല. ഇതിന് പരിഹാരം വേണമെന്നാണ് ആവശ്യം. ഇത് ഇത്തരത്തിൽ തരാൻ പറ്റാത്ത, മറ്റ് നിർമ്മാണങ്ങൾ ചെയ്യാൻ പറ്റാത്ത 27 സെൻറ്റ് സ്ഥലം ഞാൻ തോട്ടത്തിന് വേണ്ടി വാങ്ങിയതല്ല, വീടുണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതല്ല. ആ വീടിന് പെർമിഷൻ തന്നിരിക്കുന്നത് പഞ്ചായത്താണ്. ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് തന്നിരിക്കുന്നത് റേഷാളാണ്. അതിൽ നികുതി വാങ്ങിയതും എനിക്ക് കൈവശ സർട്ടിഫിക്കറ്റൊക്കെ അന്ന് തന്നതും പെർമിഷന് വേണ്ടി കൈവശ സർട്ടിഫിക്കറ്റ് തന്നതും വില്ലേജാണ്. ഇതെല്ലാം ഗവൺമെൻറ് ഓഫീഷ്യൽ ആളുകൾ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ട് ഇപ്പം പറയുന്നു നമുക്കിത് തരാൻ പറ്റില്ല. 1990-ൽ മുറിച്ചുവിറ്റ ഭൂമിയുടെ ക്രയവിക്രയം 10 വർഷം മുമ്പ് തടഞ്ഞിരുന്നു. പൂനൂർ എസ്റ്റേറ്റ് കമ്പനി സർക്കാരിലേക്ക് 4 ഏക്കർ നൽകണമെന്ന കാരണത്താലായിരുന്നു അത്. വയനാട്ടിലുള്ള ഭൂമി സർക്കാരിന് നൽകാമെന്ന ധാരണയിൽ ഈ പ്രശ്നം പരിഹരിച്ചെന്നായിരുന്നു ഇതുവരെ ധരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും നിയമത്തിന്റെ പേരിൽ ഭൂമി വാങ്ങിയവർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 100 കണക്കിന് കുടുംബങ്ങളെ പെരുവഴിയിലാക്കുന്ന നടപടിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 താമരശ്ശേരി. ദയനീയാവസ്ഥയിലാണ് കൊല്ലം കരവാളൂരിലെ ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ ഏതു നിമിഷവും തകർന്നു വീഴുന്ന അവസ്ഥയിലാണ്. ദിവസവും നിരവധി പേരാണ് കരവാളൂരിലെ ഹോമിയോ ആശുപത്രിയിലെത്തുന്നത്. പക്ഷേ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് തകർന്ന് ചോർന്നൊലിക്കുകയാണ്. മരുന്നുകൾ സൂക്ഷിക്കുന്നതിന് ആവശ്യത്തിന് സ്ഥലമില്ല. ജനൽപ്പാളിയും കതകും തകർന്നു. കുടിവെള്ളമോ ബാത്റൂം സൗകര്യമോ ഇല്ല. 12 വർഷമായി ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. പരിമിതിക്കുള്ളിൽ നിന്നും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ബുദ്ധിമുട്ട് ഏറെയാണ്. ഈ ഹോമിയോ ആശുപത്രിയെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ചോർന്നൊലിക്കുന്ന കെട്ടിടവും പരിതസ്ഥിതികളുമെല്ലാം വളരെ മോശാവസ്ഥയിലാണ്. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ അധീനതയിലുള്ള കെട്ടിടത്തിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഇവിടെ വലിയ തുക ചെലവഴിക്കാൻ കഴിയില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. നിലവിൽ ഈ സ്ഥലം KIP പഞ്ചായത്തിന് വിട്ടു തന്നാൽ മാത്രമേ നമുക്കിതിൽ ഫണ്ട് മുടക്കി പുതിയ കെട്ടിടം കെട്ടാനുള്ള സാഹചര്യം ഒരുങ്ങത്തുള്ളൂ. നിലവിൽ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ചെറിയ പെറ്റി വർക്കുകൾ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. പുനലൂരിൽ കോടതി സമുച്ചയത്തിനും പോളിടെക്നിക്കിനു വേണ്ടിയും സ്ഥലം വിട്ടു നൽകിയിരുന്നു. ഇത്തരത്തിൽ ആശുപത്രിക്കും സൗകര്യമൊരുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പുനലൂർ. വടകര ജില്ലാ ആശുപത്രിയിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ തീരുമാനം. 98 കോടിയുടെ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ കെട്ടിടം ഡിസംബറിൽ തുറന്നു നൽകാനാണ് ലക്ഷ്യമിടുന്നത്. വടകര ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ളവയുടെ വികസനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് പരിഗണനയിലുള്ളത്. ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിട നിർമ്മാണം ഡിസംബർ 31-നകം പൂർത്തിയാക്കും. ജില്ലാ ആശുപത്രിയാക്കിയെങ്കിലും പഴയ നിലയിലാണ് ജീവനക്കാരുടെ എണ്ണം. കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാൻ സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തും.
കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന 98 കോടി രൂപയുടെ പദ്ധതിക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ ഗൈനക്കോളജി, പീഡിയാട്രിക് വിഭാഗത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. MLA ഫണ്ടിൽ നിന്ന് തുക ഐസൊലേഷൻ വാർഡനായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും കെ രമ MLA പറഞ്ഞു. വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ വികസനം ഒന്നുകൂടി ത്വരിതപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്. ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം പൂർത്തീകരിച്ചുകൊണ്ട് അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഡിസംബർ 31 അത് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ പീഡിയാട്രിക്കിൻ്റെതും അതുപോലെ തന്നെ ഗൈനക്കോളജിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും. MLA ഉദ്യോഗസ്ഥരോടൊപ്പം ജില്ലാ ആശുപത്രി സന്ദർശിച്ചു. ഓർക്കാട്ടേരി, മടപ്പള്ളി ആശുപത്രികളുടെ സൂപ്രണ്ടുമാർ, എഞ്ചിനീയറിംഗ് വിഭാഗ ഉദ്യോഗസ്ഥർ, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 വടകര. കണ്ണൂർ ആലക്കോട് വിജയഗിരി UP സ്കൂളിൽ ശൗചാലയ നിർമ്മാണത്തിന്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നതായി പരാതി. ആകെ 36 വിദ്യാർത്ഥികൾ മാത്രമുള്ള സ്കൂളിൽ നിലവിൽ 7 ശൗചാലയങ്ങൾ ഉണ്ടെങ്കിലും പുതുതായി 3 കൂടി നിർമ്മിക്കുന്നത് അനവസരത്തിലാണെന്നാണ് ആക്ഷേപം. വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽമലയുടെ സമീപമാണ് വിജയഗിരി UP സ്കൂൾ. ആദിവാസി വിഭാഗത്തിലേതുൾപ്പെടെ 36 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപയോഗിക്കുന്നതിനായി 7 ശൗചാലയങ്ങൾ നിലവിലുണ്ട്. ഇതുകൂടാതെയാണ് 3 കൂടി പുതിയതായി നിർമ്മിക്കുന്നത്. കേന്ദ്ര പദ്ധതിയിൽ നിന്നും ശൗചാലയ നിർമ്മാണത്തിനായി ലഭിച്ച തുകയാണ് ഇത്തരത്തിൽ വിനിയോഗിക്കുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കുട്ടികളില്ലാത്തിടത്ത് ഇത്രയേറെ ശൗചാലയങ്ങൾ എന്തിനെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. സ്കൂളിന് ഇപ്പം 7ഓളം കക്കൂസുകൾ, അതായത് ബാത്റൂമുകൾ നിലവിലുണ്ട്. അതുമല്ല, നമ്മുടെ സ്കൂളിന്റെ പഴയ ബിൽഡിംഗ് ഈ കൊല്ലത്തെ കാറ്റിന് പകുതി മുക്കാൽ ഭാഗവും തകർന്നു കിടക്കുകയാണ്. 3 മാസം മുൻപ് ശക്തമായ കാറ്റിൽ ക്ലാസ് മുറികളുടെ മേൽക്കൂര തകർന്നിരുന്നു. കമ്പ്യൂട്ടർ ഉൾപ്പെടെ വെള്ളം വീണ് നശിച്ചിട്ടും മേൽക്കൂര പുനഃസ്ഥാപിക്കാൻ ഇതുവരെ തയ്യാറായില്ല. പഞ്ചായത്താണ് മേൽക്കൂരയുടെ നിർമ്മാണം നടത്തേണ്ടതെന്നും ഫണ്ട് അനുവദിക്കുന്ന കാലതാമസമാണ് നിർമ്മാണം വൈകാൻ ഇടയാക്കുന്നതെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. പബ്ലിക്കായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി വെക്കട്ടെ, അല്ല അതിനൊരു ഫണ്ട് MPയുടെയോ MLAയുടെയോ ഫണ്ട് ഉപയോഗിച്ചിട്ട് നടപ്പിലാക്കട്ടെ. അല്ല ഇത് ചുമ്മാ ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ ഒരുപാട് ഗവൺമെന്റിന്റെ പദ്ധതിയും. വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന വിജയഗിരി ടൗണിൽ പൊതു ശൗചാലയം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. കരാറുകാരനും ചില ഉദ്യോഗസ്ഥർക്കും അഴിമതി കാണിക്കാനുള്ള അവസരമാണിതെന്നാണ് ആരോപണം. ന്യൂസ് 18 ആലക്കോട്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായി മഴ തുടരും. ഇന്ന് ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇവിടങ്ങളിൽ അതിശക്തമായ മഴ ലഭിച്ചേക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴ ഈ ജില്ലകളിൽ ലഭിക്കും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഷിക കേരളം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഇറക്കിയ വാഴകൃഷിയിൽ വിജയഗാഥയുമായി കണ്ണൂർ ആലക്കോട്ടെ വ്യാപാരികൾ. 1 വർഷം മുൻപാണ് തരിശുഭൂമിയിൽ ഇവർ വാഴകൃഷി തുടങ്ങിയത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയായിരുന്നു ലക്ഷ്യം. ലോക്ഡൌൺ കാലത്ത് കടകൾ അടഞ്ഞുകിടന്നതിനാൽ കൂടുതൽ സമയം കൃഷിയിൽ ശ്രദ്ധിക്കാനുമായി. വ്യാപാരി വ്യവസായ സമിതിയുടെ 18 ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലായി 100-ലധികം കേന്ദ്രങ്ങളിലാണ് കണ്ണൂരിൽ കൃഷി നടന്നുവരുന്നത്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ കൃഷിയിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ 18 ഏരിയയിലും ഇതുപോലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ 252 യൂണിറ്റുകളിലാണ് ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആലക്കോട് ഏരിയയിൽ ഇപ്പോൾ 5 സ്ഥലത്താണ്, 5 യൂണിറ്റിലാണ് പ്രവർത്തനം നടക്കുന്നത്. വാഴയും നെല്ലും മരച്ചീനിയും ചേനയുമെല്ലാം ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നു. ആലക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബസ് സ്റ്റാൻഡിന് സമീപം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 30ഓളം വാഴകൾ കൃഷി ചെയ്തത്. ആലക്കോട് കൃഷിഭവന്റെ സഹായവും ലഭിച്ചു.
സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ആലക്കോട് വ്യാപാരി വ്യവസായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ആലക്കോട് ടൗണിൽ തന്നെ വ്യാപാരികൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് വാഴ കൃഷി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വിളവെടുപ്പ് ഉത്സവമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. പാളയംകോടനും പൂവനും കർപ്പൂരവല്ലിയുമെല്ലാം നല്ല വിളവാണ് ഇക്കുറി നൽകിയത്. ജൈവരീതിയിൽ വിളയിച്ചെടുത്ത വാഴക്കുലകൾ വാങ്ങാൻ ഒട്ടേറെ പേർ വിളവെടുപ്പ് ദിവസം തന്നെ തോട്ടത്തിലെത്തി. ന്യൂസ് 18 ആലക്കോട്. പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് ഭാഗത്ത് മേയാൻ വിടുന്ന പോത്തുകളെ കാണാതാകുന്നത് പതിവാകുന്നു. ഇതോടെ പോത്തു കർഷകർ പ്രയാസത്തിലാണ്. പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് പ്രദേശത്താണ് പോത്തുകളെ കാണാതാകുന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ളത്. പ്രദേശവാസികളായ 5 പേർ ചേർന്നായിരുന്നു പോത്തുകൃഷി നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസവും മേയാൻ വിട്ട പോത്തിനെ കാണാതായി. അന്വേഷണത്തിൽ ആളൊഴിഞ്ഞ പറമ്പിൽ കഴുത്തറുത്ത നിലയിൽ ജഡം കണ്ടെത്തി. ഏകദേശം 75,000 രൂപ വില വരുന്ന 350 കിലോ ഭാരമുള്ള പോത്തിനെയാണ് കൊന്നത്. ഞങ്ങൾ ഒരു 4-5 പേര് കൂടി ഒരു പോത്തിനെ വളർത്തുന്നുണ്ടായിരുന്നു. ഞങ്ങളതിനെ അഴിച്ചു മാറ്റാനായിട്ട് വരുമ്പോൾ അവിടെ പോത്തിനെ കാണാനില്ല. അപ്പോൾ ഞങ്ങളത് അന്വേഷിച്ച് വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ കെട്ടിയെടുത്തു നിന്ന് ഒരു 100-150 മീറ്ററിൻ്റെ അപ്പുറത്ത് മാറി പോത്ത് മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. പക്ഷേ അതിൻ്റെ ചുറ്റുവട്ടത്ത് കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ മരിച്ചു കിടന്ന പോത്ത് കഴുത്തറുത്ത നിലയിലുമായിരുന്നു. ഞങ്ങളറിയാതെ കച്ചവടത്തിന് വേണ്ടി ശ്രമിച്ചതാണെന്ന് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. മുൻപും മേയാൻ വിട്ട പോത്തുകളെ കാണാതായ സംഭവമുണ്ടായിരുന്നു. മാംസത്തിനു വേണ്ടി പോത്തിനെ കൊന്നതാകാമെന്നാണ് നിഗമനം. ഉടമകളുടെ പരാതിയെ തുടർന്ന് വീണ്ടും ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് പെരുമ്പാവൂർ പോലീസ് അറിയിച്ചു. സമാന സംഭവം പതിവായതോടെ ഉപജീവനത്തിനായി നടത്തുന്ന കൃഷിയും പ്രതിസന്ധിയിലാകുമോ എന്നാണ് ഉടമകളുടെ ആശങ്ക. ന്യൂസ് 18 പെരുമ്പാവൂർ. തൃശൂർ ചേറ്റുവയിൽ 30 കോടി വില വരുന്ന തിമിംഗല ഛർദി പിടികൂടി. ഏജന്റുമാരായ 3 പേർ പിടിയിൽ. അനധികൃതമായി വിപണനം നടത്തുന്നതിനിടയിൽ വനം വിജിലൻസും തൃശൂർ ഫ്ലൈയിംഗ് സ്ക്വാഡും ചേർന്നാണ് സംഘത്തെ പിടികൂടിയത്. തൃശൂർ ചേറ്റുവയിൽ നിന്ന് പിടികൂടിയ തിമിംഗല ഛർദിലിന് ഏതാണ്ട് 18 കിലോ ഭാരമുണ്ട്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ആംബർ ഗ്രീസ് എന്ന തിമിംഗല ഛർദിൽ പിടികൂടാനായത്. അന്താരാഷ്ട്ര വിപണിയിൽ ഇതിനേതാണ്ട് 30 കോടി രൂപ വില വരും. തിമിംഗല ഛർദിൽ വിൽപ്പന നടത്തുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഏജന്റുമാരായ വാടാനപ്പള്ളി സ്വദേശി റഫീഖ്, എറണാകുളം സ്വദേശി ഹംസ, പാലയൂർ സ്വദേശി ഫൈസൽ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഇവർക്ക് ചാവക്കാട് നിന്നാണ് ആംബർ ഗ്രീസ് ലഭിച്ചതെന്നാണ് വിവരം. കൂടുതൽ പേരെ പിടികൂടാനുണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വനം വിജിലൻസും തൃശൂർ റേഞ്ച് ഫ്ലൈയിംഗ് സ്ക്വാഡും ചേർന്നാണ് ആംബർ ഗ്രീസ് പിടിച്ചെടുത്തത്. തിമിംഗലത്തിന്റെ ഉദരത്തിൽ ഉണ്ടാകുന്ന തവിട്ട് നിറമുള്ള മെഴുകുപോലുള്ള വസ്തുവാണിത്. സുഗന്ധലേപന നിർമ്മാണത്തിനാണ് ആംബർ ഗ്രീസ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. കോവിഡ് വ്യാപിക്കുമ്പോഴും ഗുരുവായൂരിലെ അഗതികൾ കഴിയുന്നത് തെരുവുകളിൽ. നഗരസഭ ക്യാമ്പ് പിരിച്ചുവിട്ടതോടെയാണ് അഗതികൾ വീണ്ടും തെരുവുകളിലായത്. പലർക്കും വാക്സിൻ പോലും കിട്ടിയിട്ടില്ല. 200ഓളം അഗതികളെയാണ് നഗരസഭ വിവിധ സ്കൂളുകളിലെ ക്യാമ്പിൽ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും നൽകി പാർപ്പിച്ചിരുന്നത്. ക്യാമ്പിലുണ്ടായിരുന്ന മുഴുവൻ അഗതികൾക്കും നഗരസഭ ആദ്യ ഡോസ് വാക്സിൻ നൽകി. സെപ്റ്റംബറിൽ 2ാമത്തെ ഡോസ് വാക്സിനേഷൻ നൽകേണ്ടതുണ്ട്. എന്നാൽ ലോക്ക്ഡൌൺ തീർന്നതോടെ ഇവർ വീണ്ടും തെരുവുകളിലേക്ക് തള്ളപ്പെട്ടു. ഭക്ഷണവുമില്ല, മറ്റ് സൗകര്യങ്ങളുമില്ല. വലിയ ബുദ്ധിമുട്ടിലാണ് ഇക്കൂട്ടർ. ക്യാമ്പിൽ പ്രവേശനം ലഭിക്കാത്തവർ വാക്സിൻ എടുത്തിട്ടില്ല. കോവിഡ് കേസുകൾ ഉയരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ആശങ്കയിലാണിവർ. വാക്സിൻ എടുത്തിട്ടില്ല. വാക്സിന്റെ കാര്യം ആരെങ്കിലും വന്ന് ചോദിച്ചിരുന്നോ? ചോദിച്ചില്ല. ഇവരെ സുരക്ഷിതമായി പുനരധിവസിപ്പിച്ചാൽ മാത്രമേ പ്രശ്നപരിഹാരമുണ്ടാകൂ. ന്യൂസ് 18 ഗുരുവായൂർ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നെങ്കിലും പല തൊഴിൽ മേഖലകളും സ്തംഭനാവസ്ഥയിലാണ്. ഇവന്റ് മാനേജ്മെന്റ്, പരസ്യമേഖലയിൽ ജോലിയെടുക്കുന്നവരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കോവിഡ് കാലത്തിനു മുൻപ് ചടങ്ങുകളും വിവാഹങ്ങളും സംഘടിപ്പിച്ചിരുന്നത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ സഹായത്തോടെയായിരുന്നു. ഉടമകൾക്ക് ടെൻഷനില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകിയത് ഇവരായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി. കോവിഡ് കാലത്ത് ആഘോഷങ്ങൾ ഇല്ലാതായി. വലിയ ചടങ്ങുകൾ ഒഴിവായതോടെ ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നവർ ബുദ്ധിമുട്ടിലാണ്. പലരും സംരംഭത്തിനായി എടുത്ത ലോൺ പോലും തിരിച്ചടയ്ക്കാനാകാതെ കടക്കണിയിലുമായി. കോവിഡിനെ മറികടന്ന് തിരിച്ചു വരാൻ നമുക്ക് കഴിയും. ഇതിലും ശക്തിയോടെ വലിയ വലിയ ഇവന്റുകൾ നടത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഓരോ ഇവന്റ് കമ്പനിക്കാർക്കും ഉള്ളത്. വരും ദിവസങ്ങളിൽ സർക്കാർ ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഇവന്റ് മേഖലയിൽ കൂടി ചെറിയ ഇളവുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധി മാറിയാലും ഇത്തരം സംരംഭങ്ങൾ സാമ്പത്തികമായി കരകയറാൻ സമയമെടുക്കും. എന്നാലും എല്ലാം വേഗത്തിൽ പഴയതുപോലെയാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിലുള്ളവർ.
ന്യൂസ് 18 കരുനാഗപ്പള്ളി. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരത്തെ തീരത്തു നിന്നും ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് ഓടിക്കയറാനുള്ള ആവേശത്തിലാണ് അലക്സ് ആന്റണി. മീൻ പിടിച്ചും കടം വാങ്ങിയും മകനെ ഒളിമ്പിക്സ് വരെ എത്തിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിൽ മാതാപിതാക്കളും. കടലാക്രമണത്തിലും കനത്ത മഴയിലും തകർന്ന വീടിന്റെ അറ്റകുറ്റപ്പണി പോലും നിർത്തിവെച്ചാണ് ആന്റണിയും ഭാര്യ സെർജിയും മകന്റെ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകിയത്. ഈ തീരത്തു നിന്നുമാണ് അലക്സ് ആന്റണി ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് കുതിക്കുന്നത്. പുല്ലുവിളയിലെ മത്സ്യത്തൊഴിലാളികളായ ആന്റണിയുടെയും സെർജിയുടെയും 3 മക്കളിൽ മൂത്തവൻ. ഫുട്ബോളിനോടായിരുന്നു തുടക്കത്തിൽ പ്രിയം. ക്രമേണ ഓട്ടത്തിന്റെ വേഗതയിലേക്ക് മനസ്സ് മാറി. പട്ടിണിയിൽ പഠനവും പരിശീലനവും ഇടയ്ക്ക് മുടങ്ങിപ്പോകുമെന്ന് തോന്നിയെങ്കിലും വീട്ടുകാരും നാട്ടുകാരും ഒരുമിച്ച് നിന്നതോടെ അലക്സിന്റെ സ്വപ്നങ്ങൾക്ക് വേഗതയേറി. പുല്ലുവിള ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തുടക്കം. കാഞ്ഞിരംകുളം PKS ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 ചേർന്നതോടെ കായികാധ്യാപകൻ പ്രദീപാണ് അലക്സിനുള്ളിലെ അത്ലറ്റിനെ കണ്ടെത്തിയത്. 2013 ജൂനിയർ നാഷണൽ ഗെയിംസിൽ വെങ്കലം. തൊട്ടടുത്ത വർഷം സീനിയർ ക്യാമ്പിലേക്ക്. 2019 നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 4x400 മീറ്ററിൽ സ്വർണം. ടോക്കിയോ ഒളിമ്പിക്സിൽ 4x400 മീറ്റർ റിലേ, മിക്സഡ് റിലേ ഇനങ്ങളിലാണ് അലക്സ് മത്സരിക്കുക. കുട്ടിക്കാലം മുതലേ കളിച്ച് ഓരോ പ്രാവശ്യവും ഓരോ മെഡൽ എൻ്റെ കയ്യിൽ കൊണ്ട് തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും രാജ്യത്തിന് വേണ്ടി കളിച്ച് ഒരു മെഡൽ എനിക്ക് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത് കണ്ട് ആനന്ദിക്കുവാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1.5 മാസം മുൻപ് പെയ്ത ശക്തിയായ മഴയിൽ അലക്സിന്റെ ഓടുപാകിയ വീടിന്റെ മേൽക്കൂര പൊളിഞ്ഞു വീണു. അയൽവീട്ടിലാണ് കുറച്ചു ദിവസം കഴിഞ്ഞത്. പിന്നീട് വായ്പയെടുത്ത് കഴിഞ്ഞ ദിവസമാണ് കോൺക്രീറ്റ് ചെയ്തത്. ലോക ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചു. സ്പോർട്സ് കോട്ടയിൽ എയർഫോഴ്സിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് പഞ്ചാബിലെ പട്യാലയിലാണ് അലക്സ്. ഈ മാസം 23-ന് ടോക്കിയോയിലേക്ക് പറക്കും. ന്യൂസ് 18 കാഞ്ഞിരംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം.